നമസ്കാരം, ഞാൻ അഞ്ജലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ്, ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. കശാപ്പിൽ അറസ്റ്റ്. കണ്ണൂരിൽ പരസ്യമായി മാടിനെ കശാപ്പ് ചെയ്ത സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് റിജിൽ മാക്കുറ്റിയടക്കം 8 പേർ അറസ്റ്റിൽ. യുവമോർച്ച പ്രവർത്തകരുടെ പരാതിയിൽ പോലീസ് നടപടി പരസ്യ കശാപ്പ് കേന്ദ്ര ഉത്തരവിന് വിരുദ്ധമെന്ന് ആരോപിച്ച് നേതാക്കളെ അറസ്റ്റ് ചെയ്ത് കണ്ണൂർ മജിസ്ട്രേറ്റിന്റെ പ്രത്യേക അനുമതി നേടിയ ശേഷം പ്രതികൾക്കെതിരെ ചുമത്തിയത് 1 വർഷം വരെ തടവും 5000 രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റം. അതേസമയം പ്രതിഷേധ മാർഗത്തിൽ തെറ്റില്ലെന്നും നിയമ നടപടികൾ നേരിടാൻ തയ്യാറെന്നും കോൺഗ്രസ് നേതാക്കൾ. പരസ്യ കശാപ്പ് നടത്തിയതിന് റിജിൽ മാക്കുറ്റിയടക്കം 3 പേരെ നേതൃത്വം നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. അതിനിടെ കേന്ദ്രത്തിന്റെ കശാപ്പ് നിയന്ത്രണം മറികടക്കാൻ പോരാട്ടത്തിനൊരുങ്ങി സംസ്ഥാന സർക്കാർ. ഈ വിഷയത്തിൽ കേന്ദ്ര വിജ്ഞാപനം ബാധകമാകാത്ത വിധം സ്വന്തം നിയമനിർമ്മാണത്തിന് തീരുമാനം. ഇതിനായി ചേരുന്ന പ്രത്യേക നിയമസഭാ സമ്മേളനത്തിന്റെ തീയതി ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ പ്രഖ്യാപിക്കും. ജൂൺ 8-ന് സമ്മേളനം ചേരുമെന്ന് സൂചന. വിഴിഞ്ഞത്തിൽ പരാതി. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ സർക്കാർ ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് കടക്കവേ CAG റിപ്പോർട്ടിനെതിരെ പരാതിയുമായി ഉമ്മൻചാണ്ടി. CAG കണ്ടെത്തലുകൾ വസ്തുതാപരമല്ല, റിപ്പോർട്ടിന് പിന്നിൽ ബാഹ്യ ഇടപെടലെന്ന് സംശയം. റിപ്പോർട്ട് തയ്യാറാക്കിയത് സർക്കാരിന്റെ വിശദീകരണം പരിഗണിക്കാതെയെന്നും മുൻ മുഖ്യമന്ത്രി. റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപ് തുറമുഖ വകുപ്പ് സെക്രട്ടറിയുമായി AG ചർച്ച നടത്തിയില്ല. ഓഡിറ്റ് വിഭാഗത്തിലെ കൺസൾട്ടന്റിനെതിരെയും ഉമ്മൻചാണ്ടി. അതേസമയം നിർമ്മാണ കരാർ സംബന്ധിച്ച അവ്യക്തതകൾ നീക്കാൻ അന്വേഷണം ആരംഭിച്ചതായി ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ CN രാമചന്ദ്രൻ. രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിലും വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖ നിർമ്മാണം അടുത്ത ഘട്ടത്തിലേക്ക്. 1-ാം ഘട്ടത്തിന്റെ ഭാഗമായുള്ള ബർത്ത് നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. മൊബൈൽ മെഡിക്കൽ യൂണിറ്റിന്റെ ഉദ്ഘാടനവും ഇന്ന്. അഗ്നിയിൽ തീരാത്ത ധീരസ്മരണ. വ്യോമസേന വിമാനാപകടത്തിൽ മരിച്ച മലയാളി പൈലറ്റ് അച്ചുദേവിന്റെ മൃതദേഹം ഇന്നു രാത്രി തന്നെ തലസ്ഥാനത്തെത്തിച്ചേക്കും. ഉള്ളൂർ പോങ്ങുമൂട്ടിലെ വസതിയിലെത്തിക്കുന്ന ഭൗതികദേഹം പിന്നീട് കോഴിക്കോട്ടെ കുടുംബ വീട്ടിലേക്ക് കൊണ്ടുപോകും. അച്ചുവിന്റെ മാതാപിതാക്കളെ കോഴിക്കോട്ട് നിന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് എത്തിക്കും. കത്തിയമർന്ന സുഖോയ് വിമാനത്തിലുണ്ടായിരുന്ന അച്ചുദേവിന്റെയും ചണ്ഡീഗഡ് സ്വദേശി ദിവേഷ് പങ്കജിന്റെയും മരണം വ്യോമസേന സ്ഥിരീകരിച്ചത് ഇന്നലെ രാത്രി. തകർന്നു വീണ വിമാനത്തിന്റെ ഭാഗങ്ങളും ശരീരാവശിഷ്ടങ്ങളും കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. അസമിലെ തേസ്പൂരിൽ നിന്ന് പുറപ്പെട്ട വിമാനം തകർന്നത് ചൈനീസ് അതിർത്തിക്കടുത്ത് ദുർഘടമായ പർവ്വതനിരകളിൽ. അപകടത്തിനിടെ വിമാനത്തിലെ അടിയന്തര രക്ഷാ സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ പൈലറ്റുമാർക്ക് കഴിഞ്ഞില്ലെന്ന് നിഗമനം. കത്തിയമർന്ന വിമാനത്തിനൊപ്പം പൈലറ്റുമാരും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. അച്ചുദേവിന്റെ പേഴ്സും രക്തം പുരണ്ട ഷൂസും കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. നടുക്കം മാറാതെ അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ ഇന്നലെ ഉണ്ടായ ചാവേർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 90 കടന്നു. 500-ലധികം പേർക്ക് പരിക്ക്. ആക്രമണത്തെ അപലപിച്ച് ജർമ്മനി ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളും അഫ്ഗാൻ സർക്കാരും. അതേസമയം ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല. കാബൂളിൽ ഇന്നലെ ഉണ്ടായത് രാജ്യത്ത് ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും വലിയ ആക്രമണം. കൊല്ലപ്പെട്ടവരുടെ എണ്ണം 100 കടന്നതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട്. ജർമ്മൻ എംബസിക്ക് തൊട്ടടുത്ത് നടന്ന സ്ഫോടനത്തിൽ ഫ്രഞ്ച്, ചൈനീസ് എംബസികൾക്കും നാശനഷ്ടം. ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ്, ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30-ന്. നമസ്കാരം.